ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. 4 വേദികൾ അണിഞ്ഞൊരുങ്ങി ആടിത്തിമിർത്തത് കുരുന്നുകൾ. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ നഴ്സറി കലോത്സവമായ ചിത്രാഞ്ജലി ആർട്ട് ആൻഡ് കൾച്ചറൽ അഖില കേരള നഴ്സറി കലോത്സവത്തിന് കോഴിക്കോട് തുടക്കം. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. യുവതലമുറയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സംരംഭങ്ങൾ കേരളത്തിൽ തന്നെ ആരംഭിക്കാൻ അധികൃതർ മുൻകൈയെടുക്കണമെന്ന് MK രാഘവൻ MP. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സുവർണ ജൂബിലി സമാപന സമ്മേളനങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിന സെമിനാറിൽ സാമൂഹ്യ സേവന അവാർഡുകൾ വിതരണം ചെയ്തു. മുപ്പത്തിമൂന്നാമത് അഖില കേരള ചിത്രാഞ്ജലി കലോത്സവത്തിന് തുടക്കം. പങ്കെടുത്തത് 1000-ലേറെ കുരുന്നുകൾ. വിശദമായ വാർത്തകളിലേക്ക്. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഒരു വർഷം നീണ്ട സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. രാവിലെ നടന്ന വനിതാ സമ്മേളനം വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. മികച്ച സാമൂഹ്യ സേവകർക്കുള്ള അവാർഡ് MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ വിതരണം ചെയ്തു. മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ ഒരു വർഷം നീണ്ട സുവർണ ജൂബിലി ആഘോഷ പരിപാടികളുടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമാപന സമ്മേളനത്തിന് തുടക്കമായി. മിനി ബൈപ്പാസ് റോഡിൽ ഗോവിന്ദപുരത്തെ MES ആസ്ഥാന ഗ്രൌണ്ടിലാണ് സമ്മേളനം നടക്കുന്നത്. MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ പതാക ഉയർത്തിയതോടെ സമാപന സമ്മേളനത്തിന് തുടക്കമായി. രാവിലെ നടന്ന വനിതാ സമ്മേളനം വനിതാ കമ്മീഷൻ അധ്യക്ഷ KC റോസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ വിദ്യാഭ്യാസ സാംസ്കാരിക ഉന്നമനത്തിന് MES നൽകിയ സേവനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്ന് അവർ പറഞ്ഞു. Now, which you have undertaken, that is why you have put this women's conference, you have given priority to this women's conference, you have taken so much effort to bring the models. മികച്ച സാമൂഹ്യ സേവകർക്കുള്ള അവാർഡ് MES പ്രസിഡന്റ് ഫസൽ ഗഫൂറിൽ നിന്നും ടീസ്റ്റ സെറ്റിൽവാദും മേധാ പട്കറും ഏറ്റുവാങ്ങി. വെള്ളിയാഴ്ച രാവിലെ 10-ന് MES ജീവനക്കാരുടെ കൂട്ടായ്മ ഓൾ ഇന്ത്യ MES പ്രസിഡന്റ് U മുഹമ്മദ് ഖലീലുമ ഉദ്ഘാടനം ചെയ്യും. പകൽ 2-ന് സാംസ്കാരിക ദേശീയത എന്ന വിഷയത്തിൽ ചേരുന്ന സെമിനാർ MES ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് MP ഉദ്ഘാടനം ചെയ്യും. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമുള്ള മുസ്ലിം സമുദായത്തിന്റെ പുരോഗതി എന്ന വിഷയത്തിൽ ശനിയാഴ്ച ദേശീയ വിദ്യാഭ്യാസ സമ്മേളനം നടക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3-ന് കടപ്പുറത്തുനിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര മുതലക്കുളത്ത് സമാപിക്കും. വൈകിട്ട് 6:30-ക്ക് സുവർണ ജൂബിലി സമാപന സമ്മേളനം തെലങ്കാന ഉപമുഖ്യമന്ത്രി മഹ്മൂദ് അലി ഉദ്ഘാടനം ചെയ്യും. വനിതാ സമ്മേളനത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ കമറുന്നിസ അൻവർ അധ്യക്ഷം വഹിച്ചു. PK ഷെഫ്ന, VU അമീറ, മുന്താസ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. യുവതലമുറയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങണമെന്നും എന്നാൽ മാത്രമേ IT മേഖലയിലടക്കം അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ഒഴുക്ക് തടയാനാകൂ എന്ന് MK രാഘവൻ MP. CSCOയുടെ വ്യവസായ സംരംഭക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവതലമുറയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങണമെന്നും എന്നാൽ മാത്രമേ IT മേഖലയടക്കം അന്യസംസ്ഥാനങ്ങളിലേക്കുള്ള ഒഴുക്ക് തടയാനാകൂ എന്ന് MK രാഘവൻ MP. CSCOയുടെ വ്യവസായ സംരംഭക ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ IT മേഖല മുഴുവൻ കാണാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികൾ എല്ലാം മലയാളികളാണ്. എന്തുകൊണ്ട് ആ മലയാളികൾക്ക് ഇവിടെ അവസരമുണ്ടായില്ല എന്നതിനെക്കുറിച്ച് ഈ ചോദ്യത്തിന് മുമ്പിൽ കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളും കയ്യും കെട്ടി ഉത്തരം പറയണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തൊഴിലന്വേഷകരെ തൊഴിൽദായകരാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടെയാണ് വ്യവസായ സംരംഭക ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്.
നമ്മുടെ സംസ്ഥാനത്ത് തന്നെ തൊഴിൽ ചെയ്യാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മലബാറിന് അഭിമാനം കൊള്ളുന്ന കാഴ്ചയാണ് സിഎസ്കോയിലെ വിദ്യാർത്ഥികൾ ഓരോ വർഷവും കാഴ്ചവെക്കുന്നത്. സിഎസ്കോയുടെയും സിഎസ്കോ ഐടിയുടെയും നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. എത്തിങ്ങാൻ ചെയർമാൻ എം മുഹമ്മദ് കോയ അധ്യക്ഷം വഹിച്ച ശില്പശാലയിൽ സാങ്കേതിക പൊതുപരീക്ഷയിൽ സംസ്ഥാനത്ത് ഉയർന്ന വിജയം കരസ്ഥമാക്കിയ സിഎസ്കോയിലെ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയർ വിദ്യാർത്ഥികൾക്ക് സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വി.ടി. മുരളി സമ്മാനം നൽകി. സിഎസ്കോ എത്തിങ്ങാൻ സെക്രട്ടറി ബി.വി. ജഹഫർ, ജോയിന്റ് ഡയറക്ടർ സൈമൺ സക്രിയാസ്, ജനറൽ സെക്രട്ടറി സി. അബ്ദുൽ ഗഫൂർ എന്നിവർ ശില്പശാലയിൽ സംസാരിച്ചു. 33ാമത് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം കോഴിക്കോട്ട് ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ഓളം കുരുന്നു പ്രതിഭകളാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ചിത്രാഞ്ജലി ചാമ്പ്യൻ ബേബി മീനാക്ഷി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ട് കുരുന്നുകൾക്ക് ആശംസ അർപ്പിച്ചു. കഴിഞ്ഞ വർഷത്തെ ചിത്രാഞ്ജലി ചാമ്പ്യൻ ബേബി മീനാക്ഷി 33ാമത് ചിത്രാഞ്ജലി കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു ശശിവരണം ചതുർഭുജം പ്രസന്നവരുദം ധ്യായേ സർവവേദു വശാന്തേ. ഗുഡ് മോർണിംഗ് എവരിബഡി, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. കോഴിക്കോട് ടാഗോ സെന്റിനറി ഹാളിലാണ് ചിത്രാഞ്ജലി നഴ്സറി കലോത്സവം നടക്കുന്നത്. ഓർഗനൈസിംഗ് കമ്മിറ്റി ചീഫ് പാട്രൺ പി.വി. ഗംഗാധരൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ പി.എ. ലളിത, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി.എ. രാധാകൃഷ്ണൻ, ചിത്രാഞ്ജലി പ്രസിഡന്റ് കെ.എ. നൌഷാദ്, ജിടെക് CMD മെഹറൂഫ് മണലൊടി, ചിത്രാഞ്ജലി ജനറൽ സെക്രട്ടറി കെ. ത്രിദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും 210ഓളം സ്കൂളുകളിൽ നിന്നായി 2000-ഓളം കുരുന്നുകളാണ് കലോത്സവത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. തുഞ്ചൻ പറമ്പിലെ കിളിമകൾ പാടി മലയാളത്തിലെ ആദ്യാക്ഷരം. ഗീതാഞ്ജലി, പുഷ്പാഞ്ജലി, രാഗാഞ്ജലി, വർണ്ണാഞ്ജലി എന്നീ 4 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. വളർന്നുവരുന്ന കുരുന്നുകൾക്ക് കഴിവ് തെളിയിക്കാൻ ഒരു അവസരം ഒരുക്കിക്കൊടുക്കുകയാണ് ചിത്രാഞ്ജലി. ഇത്തരത്തിൽ വേദി ലഭിക്കുന്ന കുരുന്നുകൾക്ക് മികച്ച പ്രചോദനമാണ് ലഭിക്കുന്നത്. തങ്ങൾക്കും മുതിർന്ന ചേച്ചി ചേട്ടന്മാരെ പോലെ മിന്നുന്ന താരമാകാൻ സാധിക്കുമെന്ന് കൂടി തെളിയിക്കുകയാണ് ഈ കുരുന്നുകൾ. 2 ദിവസങ്ങളിലായാണ് കുരുന്നുകളുടെ നഴ്സറി കലോത്സവം നടക്കുന്നത്. കേരള സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ആര് നേടുമെന്ന് ജനലക്ഷങ്ങൾ ആകാംക്ഷയോടെ കാതോർത്തെങ്കിലും ഒരു ടെൻഷനും ഇല്ലാതെ ശാന്തനായി നിന്ന ഒരാൾ ഉണ്ടായിരുന്നു. മജീഷ്യൻ സുനിൽ വിസ്മയ. തന്റെ പ്രവചനം 5 ദിവസം മുൻപേ പെട്ടിയിലാക്കി അധികാരികളെ ഏൽപ്പിച്ചിരുന്നു സുനിൽ വിസ്മയ. പയ്യന്നൂർ സ്വദേശിയായ സുനിൽ വിസ്മയ എന്ന യുവമാന്ത്രികൻ കലോത്സവം തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ തന്റെ പ്രവചനം രഹസ്യമായി കുറിച്ചിരുന്നു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഒപ്പിട്ട കടലാസിന് പിറകുവശത്തായിരുന്നു പ്രവചനം കുറിച്ചത്. 5 പെട്ടികളുടെ ഉള്ളിലാക്കി സൂക്ഷിച്ച പ്രവചനപ്പെട്ടി താഴിട്ട് പൂട്ടി നടക്കാവ് CIയെ ഏൽപ്പിച്ചു. താക്കോൽ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരായ KM നസീർ, AP അസീസ് എന്നിവരെയും ഏൽപ്പിച്ചു. ആകാംക്ഷയുടെ വർണ്ണപ്പെട്ടി തുറന്ന് കലോത്സവ കമ്മിറ്റി മീഡിയ ചെയർമാൻ കൂടിയായ പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ മജീഷ്യൻ സുനിൽ വിസ്മയ 5 ദിവസം മുൻപ് എഴുതിയ പ്രവചനം വായിച്ചു. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോടും പാലക്കാടും 916 പോയിന്റോടെ സ്വർണ്ണക്കപ്പ് പങ്കിടും. 2015 വർഷത്തെ കേരള സ്കൂൾ കലോത്സവത്തിൽ പാലക്കാടും കോഴിക്കോടും 916 പോയിന്റോടുകൂടി സ്വർണ്ണക്കപ്പ് കരസ്ഥമാക്കും. തീയതി കലോത്സവ മീഡിയ കമ്മിറ്റി കൺവീനർ കെ. സനോജ്, പ്രസ് ക്ലബ് സെക്രട്ടറി TK ബാലനാരായണൻ, KM നസീർ, AP അസീസ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമാൽ വരദൂർ പ്രവചനപ്പെട്ടി തുറന്നത്. ഇതിനു മുൻപും മജീഷ്യൻ സുനിൽ വിസ്മയ ഇതുപോലെ പ്രവചനം നടത്തി വിജയിച്ചിട്ടുണ്ട്. ഇടത് BJP അനുകൂല സർവീസ് സംഘടനകളിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സൂചനാ പണിമുടക്ക് നടത്തി. UDF അനുകൂല സംഘടനകൾ പണിമുടക്കിൽ പങ്കെടുത്തില്ല. ശമ്പള വർധനവുകൾ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തിയത്. ശമ്പള പരിഷ്കരണവും ഇടക്കാലാശ്വാസവും നേടിയെടുക്കാൻ സർക്കാർ അധ്യാപകരും ജീവനക്കാരും പണിമുടക്കി. UDF സംഘടനകൾ പണിമുടക്കിലില്ല. ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ്,
അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി എന്നിവയുടെ ആഹ്വാനപ്രകാരമാണ് സൂചനാ പണിമുടക്ക്. 2014 ജൂലൈ 1 മുതൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക, 5 വർഷ തത്വം ഉറപ്പാക്കി ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, 30,500 തസ്തിക വെട്ടിക്കുറയ്ക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജീവനക്കാർ ഉന്നയിച്ചത്. മിക്ക ഓഫീസുകളിലും പകുതിയിലധികം ജീവനക്കാർ ജോലിക്കെത്തിയിരുന്നു. പണിമുടക്കിന്റെ ഭാഗമായി വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. FSETO ജില്ലാ സെക്രട്ടറി M. മുരളീധരൻ, KGANA സംസ്ഥാന പ്രസിഡന്റ് P. ഉഷാദേവി, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K. രാജചന്ദ്രൻ, ജോയിന്റ് കൌൺസിൽ ജില്ലാ സെക്രട്ടറി CS സജീന്ദ്രൻ, KSTA ജില്ലാ സെക്രട്ടറി RV അബ്ദുള്ള, KGOA ജില്ലാ സെക്രട്ടറി PP സുധാകരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരിടവേള. Galaxy made of ABS material. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ജംബോ സർക്കസ് അമേരിക്കൻ കലാകാരുമായി ആദ്യമായി കോഴിക്കോട് സ്വപ്നനഗരിയിൽ. മണിപ്പൂരി കലാകാരന്മാരുടെ ആക്രോബാറ്റിക്സ്, യുവസുന്ദരികളുടെ നയന മനോഹരമായ അറേബ്യൻ ഡാൻസ്, ആനാകുതിര എന്നിവയുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ എല്ലാം നേരിൽ ദർശിക്കുവാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് കോഴിക്കോട് സ്വപ്നനഗരിയിലേക്ക്. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. ജംബോ സർക്കസ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ. വാർത്തകൾ തുടരുന്നു. കേരള സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളി മത്സരത്തിലെ വിധികർത്താക്കളെ നിശ്ചയിക്കുന്നതിൽ അപാകതകൾ ഏറെയുണ്ടെന്ന് കോൽക്കളി ആശാന്മാർ. സ്കൂൾ കലോത്സവത്തിനു വേണ്ടി കഴിഞ്ഞ 20 വർഷമായി കോൽക്കളി പരിശീലിപ്പിക്കുന്ന പരിശീലകരായ ബഷീർ ഗുരുക്കൾ, ഷംസു ഗുരുക്കൾ, ഇസ്മയിൽ ഗുരുക്കൾ എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞത്. 10-12 മാസത്തോളം കഠിനമായ പരിശീലനത്തിന് വിധേയമായിട്ടാണ് കുട്ടികൾ ഈ അരങ്ങിലെത്തുന്നത്. SSLCക്ക് പഠിക്കുന്നവരും +1, +2 പഠിക്കുന്ന കുട്ടികളുടെ എത്ര വിലപ്പെട്ട സമയമാണ് ഈ കോൽക്കളി പരിശീലനത്തിന് വേണ്ടി അവർ ചെലവഴിക്കുന്നത്. ആ സമയമെല്ലാം ചെലവഴിച്ച് ഈ അരങ്ങിലെത്തുമ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ആളുകൾ ഇത് വിധി നിർണ്ണയിക്കാൻ വരാന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിൽ കോൽക്കളി ഇനത്തിൽ മത്സരത്തിൽ അരങ്ങിലെത്തുമ്പോൾ കോൽക്കളി എന്ന കല കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത അറബിക്, ഉറുദു അധ്യാപകർ വിധികർത്താക്കളായി വന്നിരുന്ന് യഥാർത്ഥ മൂല്യനിർണ്ണയം നടത്താൻ കഴിയാതെ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും ഇവർ പറഞ്ഞു. MES ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് CBSE ഫെസ്റ്റ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. MESന്റെ CBSE സ്കൂളുകൾ തമ്മിലാണ് മത്സരങ്ങൾ നടന്നത്. MES ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് CBSE ഫെസ്റ്റ് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. MESന്റെ CBSE സ്കൂളുകൾ തമ്മിലാണ് മത്സരങ്ങൾ നടന്നത്. ദഫ്മുട്ട്, ഒപ്പന, മാർഗംകളി, കോൽക്കളി തുടങ്ങി 8 ഇനം മത്സരങ്ങളാണ് വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. മൂന്ന് സ്റ്റേജുകളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കലാമത്സരത്തോടനുബന്ധിച്ച് 10ലും +2ലും ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും 50 വർഷമായി അധ്യാപക വൃത്തി തുടരുന്ന അധ്യാപകമാർക്കും അവാർഡ് നൽകി. MES സുവർണ ജൂബിലി ആഘോഷം 25-ന് സമാപിക്കും. ഏവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയൊരു മത്സരത്തിനൊടുവിൽ കലയുടെ സ്വർണ്ണക്കപ്പ് കോഴിക്കോടും പാലക്കാടും പങ്കിട്ടു. ഇരുവർക്കും 916 പോയിന്റ് വീതമാണ് ലഭിച്ചത്. കലോത്സവ ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ് സ്വർണ്ണക്കപ്പിന് 2 അവകാശികൾ. തൃശൂരാണ് 2ാം സ്ഥാനത്ത്, കണ്ണൂർ 3ാം സ്ഥാനത്തും. കോഴിക്കോടിന് തുടർച്ചയായി 9ാം തവണയാണ് സ്വർണ്ണക്കപ്പ് ലഭിക്കുന്നത്. രാവും പകലും ഇഞ്ചോടിഞ്ച് പോരാടി ഒടുവിൽ കോഴിക്കോടും പാലക്കാടും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് പങ്കിട്ടു. 916 പോയിന്റ് നേടിയാണ് ഇരു ജില്ലകളും ഒന്നാമതെത്തിയത്. 899 പോയിന്റ് നേടിയ തൃശൂർ ജില്ലയാണ് രണ്ടാമത്. 889 പോയിന്റോടെ കണ്ണൂർ 3ാം സ്ഥാനത്തും. 8 വർഷം മുമ്പ് പാലക്കാടിൽ നിന്ന് പിടിച്ചുവാങ്ങിയ 117 പോയിന്റ് 5 പവന്റെ സ്വർണ്ണക്കപ്പാണ്
ഇത്തവണ കോഴിക്കോടിന് അവരുമായി പങ്കിടേണ്ടി വന്നത്. ആദ്യത്തെ 6 മാസം കോഴിക്കോടും അടുത്ത 6 മാസം പാലക്കാടും സ്വർണ്ണക്കപ്പ് കൈവശം വയ്ക്കും. തുടക്കം മുതൽ നിറം കെടുത്തിയ അപ്പീൽ തന്നെയാണ് സ്വർണ്ണക്കപ്പ് നിശ്ചയിച്ചതും. ജേതാക്കളായ കോഴിക്കോടും പാലക്കാടും അപ്പീൽ നൽകുന്നതിൽ ഏറെ മത്സരിച്ചിരുന്നു. കോഴിക്കോട് 220ഉം പാലക്കാട് 174ഉം അപ്പീലുകളാണ് നൽകിയിരുന്നത്. ബുധനാഴ്ച അവസാന 5 ഇനങ്ങൾ തുടങ്ങുമ്പോൾ പാലക്കാട് 9 പോയിന്റ് മുന്നിലായിരുന്നു. ഹയർ അപ്പീലും സംഘനൃത്തത്തിലെ വിധിനിർണയവുമാണ് കോഴിക്കോടിന് അവസാന നിമിഷം തുണയായത്. മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ ഇരു ടീമുകൾക്കും 914 പോയിന്റായി. മത്സരഫലത്തിനെതിരെയുള്ള 2 അപ്പീലുകളിൽ ഇരുവർക്കും 2 പോയിന്റ് വീതം ലഭിച്ചു. 9ാമത്തെ വർഷമാണ് തുടർച്ചയായി കോഴിക്കോടിന് സ്വർണ്ണക്കപ്പ് ലഭിക്കുന്നത്. കലോത്സവത്തിന്റെ 55 വർഷത്തെ ചരിത്രത്തിൽ 4ാം തവണയാണ് കിരീടം പങ്കുവയ്ക്കുന്നത്. കേരള സ്കൂൾ കലോത്സവത്തിന്റെ പ്രൗഢമായ സമാപന സമ്മേളനം മുഖ്യവേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്നു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താരപ്രഭയിൽ തിളങ്ങിയ ചടങ്ങിൽ സ്വർണ്ണക്കപ്പ് വിജയികളെ നടൻ ജയറാം നാടകീയമായി പ്രഖ്യാപിച്ചു. നടി റിമ കല്ലിങ്കൽ, സംവിധായകൻ ആഷിഖ് അബു എന്നിവരും സമാപന ചടങ്ങിനെത്തി. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് കലോത്സവ ജേതാക്കളായ കോഴിക്കോട്, പാലക്കാട് ജില്ലകൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറി. കേരള സ്കൂൾ കലോത്സവത്തിന്റെ കൊടിയിറക്കവും വൻ ജനസഞ്ചയം കൊണ്ട് ചരിത്രം കുറിച്ചു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിലെ മുഖ്യവേദിക്ക് ഉൾക്കൊള്ളാനാവാത്ത ജനക്കൂട്ടം കലാമാമാങ്കത്തിന്റെ സമാപനത്തിനെത്തി. താരപ്രഭയിൽ തിളങ്ങിയ ചടങ്ങിൽ 2 ജില്ലകൾ പങ്കിട്ടെടുത്ത സ്വർണ്ണക്കപ്പിന്റെ വിജയികളെ നടൻ ജയറാം നാടകീയമായി പ്രഖ്യാപിച്ചു. കോഴിക്കോടിന്റെ 916, പാലക്കാടിന്റെ 916. നടി റിമ കല്ലിങ്കൽ, സംവിധായകൻ ആഷിഖ് അബു എന്നിവരും സമാപന ചടങ്ങിനെത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് കലോത്സവ ജേതാക്കളായ കോഴിക്കോട്, പാലക്കാട് ജില്ലകൾക്ക് സ്വർണ്ണക്കപ്പ് കൈമാറി. ആദ്യ 6 മാസം കോഴിക്കോടും അടുത്ത 6 മാസം പാലക്കാടും സ്വർണ്ണക്കപ്പ് സൂക്ഷിക്കും. സംസ്കൃതം, അറബിക് കലോത്സവത്തിന്റെ ട്രോഫികൾ 7 ജില്ലകൾ പങ്കിട്ടു. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ സ്കൂളുകൾക്കും ചടങ്ങിൽ ട്രോഫികൾ വിതരണം ചെയ്തു. കലോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സ്മരണികയുടെ പ്രകാശനം മേയർ AK പ്രേമജം, ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ PS സാജുദ്ദീന് നൽകി നിർവഹിച്ചു. ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരെ മന്ത്രി MK മുനീർ ആദരിച്ചു. സ്വാഗതഗാനം എഴുതിയ രമേശ് കാവിലിന് A പ്രദീപ് കുമാർ MLA ഉപഹാരം നൽകി. ചടങ്ങിൽ മന്ത്രി MK മുനീർ അധ്യക്ഷത വഹിച്ചു. MK രാഘവൻ MP, ഷാഫി പറമ്പിൽ MLA, സ്വതന്ത്ര സമര സേനാനി നാഗപ്പൻ നായർ, കളക്ടർ CA ലത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R ശശി, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഉഷാദേവി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ VM ഉമ്മർ മാസ്റ്റർ സ്വാഗതവും DPI ഗോപാലകൃഷ്ണ ഭട്ട് നന്ദിയും പറഞ്ഞു. അനിയന്ത്രിത അപ്പീൽ പ്രവാഹം തടയുന്നതിന് അടുത്ത കേരള സ്കൂൾ കലോത്സവത്തിന് മുമ്പായി ആവശ്യമായ നിയമനിർമ്മാണം നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്. കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പീലുമായി ബന്ധപ്പെട്ട എല്ലാ പരാതികളും വരുന്ന സംസ്ഥാന കലോത്സവത്തിന് മുമ്പ് പരിഹരിക്കുമെന്നും ഇതിനായി ഓരോ ജില്ലയിലെയും സ്കൂൾ കലോത്സവങ്ങളടക്കം സ്കൂൾ കലണ്ടറിൽ രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. അടുത്ത വർഷത്തെ കലോത്സവത്തിന് മുമ്പായിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനുവലിൽ ആവശ്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് ഈ അപ്പീലുകളുടെ പ്രളയം എത്രമാത്രം കുറക്കാൻ കഴിയുമോ. കലോത്സവ വേദിയിലെ കലാപ്രതിഭകൾക്ക് ജില്ലാ വാർത്തകളുടെ സ്നേഹോപഹാരം പ്രധാന വേദിയിലെ മീഡിയ സെന്ററിൽ നിന്നും കൈമാറി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടിൽ കോടതി വിധിയുമായി എത്തിയ കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തവണ 3rd A ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പീൽ നിരസിച്ചെങ്കിലും വിദ്യാർത്ഥികളുടെ കഴിവ് കോടതി അംഗീകരിക്കുകയായിരുന്നു. സനൂപ് കൊയിലാണ്ടിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ അവതരണം കാഴ്ചവെച്ചത്. മൂന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥികൾക്ക് ഗാലക്സി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെയും കൊടൈ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിന്റെയും സഹകരണത്തോടെ ജില്ലാ വാർത്തകൾ സ്നേഹോപകാരം കൈമാറി. വാർത്തയിൽ മറ്റൊരിടവേള കൂടി. Galaxy made of ABS material.
പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ. Kodai International Business School, a cool international B school in Kodaikanal. Awarded the best residential B school in Tamil Nadu. We offer MBA with PGDM, MCA, BBA, BCom, Central Library, hostel facility, hygienic cafeteria, fitness club, camp and trekking, annual sports meet, culturals, industrial visit. Kodai International Business School, Ugarte Nagar, Kodaikanal. Contact 98406 82832. Log on to www.auiedu.com. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന വേദിയിൽ SFI പ്രവർത്തകർ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റൽ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പെൺകുട്ടികൾ ഉൾപ്പെടെ 15ഓളം പേരുടെ അപ്രതീക്ഷിത പ്രതിഷേധം. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷ ഉറപ്പുവരുത്തിയ വേദിയിലുണ്ടായ പ്രതിഷേധം അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബിനെതിരെ SFI വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിനായി വേദിയിലെത്തിയ മന്ത്രിക്ക് നേരെയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കരിങ്കൊടിയുമായി എത്തിയത്. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി സമരം 99 ദിനം പിന്നിട്ടിട്ടും പരിഹരിക്കാത്ത മന്ത്രിയുടെ നടപടിക്കെതിരെയായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. വേദിയിലും പുറത്തും വെച്ചും പോലീസുകാർ വിദ്യാർത്ഥികളെ മർദ്ദിച്ചതായി SFI ആരോപിച്ചു. പെൺകുട്ടികളെയും പുരുഷ പോലീസ് കയ്യേറ്റം ചെയ്തതായും ആരോപണമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർവകലാശാല ക്യാമ്പസിലെ വുമൺ സ്റ്റഡീസ് വിഭാഗം വിദ്യാർത്ഥി രജീഷ് ലാൽ, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ഷിനോ മെർവിൻ, പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി P രജീഷ്, SFI സംസ്ഥാന കമ്മിറ്റി അംഗം KM നീനു, കൊയിലാണ്ടി ഏരിയ ജോയിന്റ് സെക്രട്ടറി K റിബിൻ, ക്രിസ്ത്യൻ കോളേജ് വിദ്യാർത്ഥികളായ K ആരതി, PV ബിഷ, ടൗൺ ഏരിയ കമ്മിറ്റി അംഗം KK മഷൂദ് എന്നിവരെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത സമര സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓട്ടു കമ്പനി തൊഴിലാളികളുടെ അനിശ്ചിതകാല പണിമുടക്ക് സമരം 3ാം ദിവസത്തിലേക്ക്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കിട്ടാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന ദൃഢനിശ്ചയത്തിലാണ് തൊഴിലാളികൾ. സമരം ഒത്തുതീർപ്പാക്കാതെ നീട്ടിക്കൊണ്ടുപോകാനാണ് കമ്പനി ശ്രമിക്കുന്നതെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഐതിഹാസികമായ സമരങ്ങളുടെ ആവർത്തനമായിരിക്കും അനുഭവമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ഓട്ട് കമ്പനി തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങിയതോടെ ഓട് നിർമ്മാണവും വിൽപ്പനയും സ്തംഭിച്ചു. വിവിധ കമ്പനികൾക്ക് മുൻപിൽ പന്തൽ കെട്ടിയാണ് 2000ഓളം തൊഴിലാളികൾ സമരം ശക്തമാക്കിയിരിക്കുന്നത്. കമ്പനികൾ കേന്ദ്രീകരിച്ച് വിവിധ സ്ക്വാഡുകൾ ഉണ്ടാക്കിയാണ് കുത്തിരിപ്പ് നടത്തുന്നത്. രാത്രിയും പകലും വിവിധ സംഘങ്ങൾ സമരപന്തലിലുണ്ട്. സമരമറിയാതെ ഓടിന് ആവശ്യക്കാർ എത്തുന്നുണ്ടെങ്കിലും നിരാശരായി മടങ്ങുകയാണ്. ഹിന്ദുസ്ഥാൻ വെസ്റ്റ് കോസ്റ്റ്, നാഷണൽ, മലബാർ കാലിക്കറ്റ്, കോമൺവെൽത്ത്, പുതിയറ കോമൺവെൽത്ത് എന്നിങ്ങനെ 7 കമ്പനികളിലാണ് സമരം. തൊഴിലാളികൾ നടത്തുന്ന ചെറുവണ്ണൂർ സ്റ്റാൻഡേർഡ് ടൈൽസിലും ശമ്പള പരിഷ്കരണത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. 2011 ശമ്പള കരാർ കഴിഞ്ഞ ഒക്ടോബർ 31 കാലാവധി കഴിഞ്ഞിരുന്നു. തുടർന്നാണ് ശമ്പളം പരിഷ്കരിക്കണമെന്ന് തൊഴിലാളി യൂണിയനുകൾ ആവശ്യപ്പെട്ടത്. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറുടെയും ജില്ലാ ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ മാനേജ്മെന്റുമായി 5 വട്ടം ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. കളിമണ്ണ് ദൗർലഭ്യം മൂലമുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ മണ്ണെടുപ്പിനുള്ള സർക്കാർ ഉത്തരവ് വരുന്നതുവരെ ശമ്പള പരിഷ്കരണത്തിന് സാവകാശം വേണമെന്നായിരുന്നു മാനേജ്മെന്റുകളുടെ ആവശ്യം. സമരക്കാരുമായി ചർച്ച നടത്താൻ മാനേജ്മെന്റ് അധികൃതരും തയ്യാറായിട്ടില്ല. സമരം നീളുന്ന സാഹചര്യത്തിൽ 23 ചേരുന്ന സംയുക്ത സമരസമിതി യോഗം ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്ന് യൂണിയൻ നേതാക്കൾ പറഞ്ഞു. 2000ഓളം വരുന്ന തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവനത്തെ ബാധിക്കുന്ന ഓട്ട് കമ്പനി സമരം ഒത്തുതീർപ്പാക്കാൻ കലക്ടർ ഇടപെടണമെന്ന് ടൈൽ വർക്കേഴ്സ് സംഘം BMS ആവശ്യപ്പെട്ടു. മൈസൂരിൽ വാഹനമോഷണത്തിന് പിടിയിലായി ജയിലിൽ കഴിയുന്ന ഒഞ്ചിയം തെക്കേ കുന്നനാംപുറത്ത് ഷഹീദിനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. കൊയിലാണ്ടി കുട്ടത്ത് കുന്നുമ്മൽ നിഖിലിന്റെ കയ്യിൽ നിന്നും ഇടനിലക്കാർ മുഖേന വാടകയ്ക്കെന്ന് പറഞ്ഞ് കൈക്കലാക്കിയ കാർ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. മൈസൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ഷഹീദ്.
വിവിധ കേസുകളിലെ പ്രതിയായ കോഴിക്കോട് വടകര സ്വദേശി ഷഫീദിനെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കൊല്ലം സ്വദേശി കുന്നമ്മൽ നിഖിൽ നൽകിയ പരാതിയെ തുടർന്ന് കൊയിലാണ്ടി പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിൽ മൈസൂർ വിജയനഗർ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 327/1441D 102 CRPC പ്രകാരം മൈസൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതി മാസം 22,000 രൂപ വാടക തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് KL 56K 935 ഫോർഡ് ഫീഗോ കാർ കൈവശപ്പെടുത്തി മൈസൂരിൽ എത്തിച്ചു. പ്രതി കാർ രജിസ്ട്രേഷൻ നമ്പറിൽ മാറ്റം വരുത്തി KA 02F1989 എന്നാക്കി മാറ്റി കൈവശം വെച്ച് സ്വന്തമായും വാടകയ്ക്കും കൊടുത്തുവരുന്നതിനിടയിലാണ് മൈസൂർ വിജയനഗർ പോലീസ് വാഹന പരിശോധനയ്ക്കിടെ പിടികൂടിയത്. കൊയിലാണ്ടി കോടതി പുറപ്പെടുവിച്ച പ്രൊഡക്ഷൻ വാറന്റ് പ്രകാരമാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഷഹീദ് പിടിയിലായതോടെ നിരവധി വാഹന മോഷണ കേസുകൾ തെളിയാൻ സാധ്യതയുള്ളതായി പോലീസ് കരുതുന്നു. അന്തർ സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാന പ്രതിയാണ് ഇയാൾ. എടച്ചേരിയിലും ചോമ്പാലയിലും കൊയിലാണ്ടിയിലും സ്ത്രീപീഡനം, വഞ്ചന, മോഷണം എന്നീ കുറ്റങ്ങൾ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് മൈസൂരിൽ നിന്നും ഇദ്ദേഹത്തെ പിടികൂടിയത്. വാർത്തകൾ ചുരുക്കത്തിൽ. ബേപ്പൂർ ശിവപുരി റോഡ് പള്ളത്തിൽക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് സമാപനം. ജനുവരി 19 മുതൽ 21 വരെയുള്ള തീയതികളിലാണ് താലപ്പൊലി മഹോത്സവം നടന്നത്. സന്ധ്യാവേല, നട്ടത്തിറ, ഓടക്കാളി വെള്ളാട്ട്, ഗണപതി ഹോമം, കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ നിന്നും കലശം എഴുന്നള്ളത്ത്, പ്രസാദഊട്ട്, വെള്ളാട്ടുകൾ, തലശ്ശേരി നാട്യശ്രീ മനോജൻ പാർട്ടി, പാറപ്പുറം നാട്യശ്രീ അനിൽകുമാർ എൻ പാർട്ടി, പെരുമണ്ണ നാട്യശ്രീ രമേശ് എൻ പാർട്ടി എന്നിവരുടെ തിറയാട്ടം, തായമ്പക, താലപ്പൊലി എന്നിവയുമുണ്ടായിരുന്നു. 21 ചാന്തുതിറ, കലങ്കരി എന്നിവയോടുകൂടിയാണ് ഉത്സവാഘോഷ പരിപാടികൾ സമാപിച്ചത്. കരുവൻ, ഗുരുദേവൻ, വില്ലി, നാഗകാളി, കാളഭൈരവൻ, ഗുളികൻ, ഓടക്കാളി, മുത്തപ്പൻ, കേളുക്കുട്ടി കോമരം, കുട്ടിച്ചാത്തൻ, പറക്കുട്ടി എന്നീ വെള്ളാട്ടുകളും, ഭഗവതി, ഹനുമാൻകുട്ടി, ഗുരുദേവൻ, വില്ലി, കാളഭൈരവൻ, ഗുളികൻ, ഓടക്കാളി, മുത്തപ്പൻ, കേളുക്കുട്ടി കോമരം എന്നീ തിറകളും ഉത്സവത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അന്വേഷി ഷോർട്ട് സ്റ്റേ ഹോം സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുന്നു. മെഡിക്കൽ കോളേജ് മൂഴിക്കൽ റോഡിൽ വിരിപ്പിൽ എന്ന സ്ഥലത്ത് നിർമ്മിച്ച അന്വേഷി ഷോർട്ട് സ്റ്റേ ഹോം ജനുവരി 24-ന് പ്രജുല സ്ഥാപക സുനിത കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MK മുനീർ, MT വാസുദേവൻ നായർ, MP MK രാഘവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അന്വേഷി പ്രസിഡന്റ് K അജിത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വ ഹിന്ദു പരിഷത്ത് സുവർണ ജയന്തി ആഘോഷവും കോഴിക്കോട് ജില്ലാ ഹിന്ദു സമ്മേളനവും ജനുവരി 24-ന് ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് മുതലക്കുളം മൈതാനിയിൽ നടക്കും. ചിദാനന്ദപുരി സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ബാബുസ്വാമി അധ്യക്ഷം വഹിക്കും. ചമ്പത്തറായിജി മുഖ്യപ്രഭാഷണം നടത്തുമെന്നും VHP ഭാരവാഹികൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളവും കർണാടകവും തമ്മിൽ T20 ബ്ലൈൻഡ്സ് ക്രിക്കറ്റ് സീരീസിൽ മത്സരിക്കുന്നു. ജനുവരി 24-25 തീയതികളിൽ കോഴിക്കോട് സെന്റ് ജോസഫ് ദേവഗിരി കോളേജ് ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക. ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്സ് ഇൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള കാഴ്ച വൈകല്യമുള്ള ക്രിക്കറ്റ് കളിക്കാരെ കണ്ടെത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. കേരള കർണാടക പരമ്പര സ്പോർട്സ് ലേഖകൻ കമാൽ ബരദൂർ 24-ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ MK രാഘവൻ MP ഇന്ത്യൻ കളിക്കാരെ ആദരിക്കും. 3 2020 മത്സരങ്ങളാണ് നടക്കുകയെന്ന് ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ് ഭാരവാഹികൾ അറിയിച്ചു. വോയിസ് അമ്പലപ്പടി സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ 10ാമത് വിദ്യാഭ്യാസ പുരസ്കാരവും 1ാമത് വത്സല മോഹനചന്ദ്രൻ എൻഡോവ്മെന്റ് വിതരണവും മന്ത്രി AP അനിൽകുമാർ ജനുവരി 25 ഞായറാഴ്ച വൈകിട്ട് 4:30-ന് PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് SSLC പരീക്ഷ വിജയിച്ച 10 വിദ്യാർത്ഥികൾക്ക് 5000 രൂപ വീതം നൽകുന്നതാണ് വോയിസ് അമ്പലപ്പടി വത്സല മോഹനചന്ദ്രൻ എൻഡോവ്മെന്റ്. വോയിസ് അമ്പലപ്പടിയുടെ 34ാം വാർഷികത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിക്കും. BSNL കരാർ തൊഴിലാളികൾക്ക് 2 മാസമായി വേതനം ലഭിക്കാത്തതിനെ തുടർന്ന് ഫറോക്ക് ഡിവിഷന്റെ കീഴിലുള്ള ആക്ട് 6 ടെലിഫോൺ എക്സ്ചേഞ്ചുമായി പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളികളും ഫറോക്ക് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BSNL എംപ്ലോയീസ് യൂണിയൻ ഫറോക്ക് ബ്രാഞ്ച് സെക്രട്ടറി AP രവീന്ദ്രൻ, പ്രസിഡന്റ് K കൃഷ്ണകുമാർ, കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സെക്രട്ടറി C പ്രമോദ് എന്നിവർ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെടുക www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യുവതലമുറയുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ സംരംഭങ്ങൾ കേരളത്തിൽ തന്നെ ആരംഭിക്കാൻ അധികൃതർ മുൻകൈ എടുക്കണമെന്ന് MK രാഘവൻ MP.
മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സുവർണ ജൂബിലി സമാപന സമ്മേളനങ്ങൾ ആരംഭിച്ചു. ആദ്യ ദിന സെമിനാറിൽ സാമൂഹ്യ സേവന അവാർഡുകൾ വിതരണം ചെയ്തു. മുപ്പത്തിമൂന്നാമത് അഖില കേരള ചിത്രാഞ്ജലി കലോത്സവത്തിന് തുടക്കം. പങ്കെടുത്തത് 1000-ലേറെ കുരുന്നുകൾ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Galaxy made of ABS material. പ്രീമിയർ ജെനുവൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.